ഈ സമയത്ത് ഭാരതത്തിൽ പീഡ അനുഭവിക്കുന്ന ദൈവസഭയ്ക്ക് വേണ്ടിയും ഭാരതത്തിൻ്റെ അനുഗ്രഹത്തിനും ഭാരതത്തിൻ്റെ നന്മയ്ക്കും വേണ്ടി അല്പസമയം പ്രാർത്ഥിക്കാൻ എടുക്കുക. ദയവായി 2-3 വാക്യങ്ങൾ വായിച്ച് എന്നെ സഹായിക്കണം. ഞാൻ ലിമിറ്റഡ് ടൈമേ എടുക്കത്തുള്ളൂ. 2-3 വാക്യങ്ങൾ വായിച്ച് എന്നെ സഹായിക്കണം. ഒന്നാമതായിട്ട് തീമോത്തിയോസിൻ്റെ 1-ാമത്തെ ലേഖനം 2-ാം അധ്യായം 1-2 വാക്യങ്ങൾ വായിക്കാം. 1 തീമോത്തിയോസ് 2-ാം അധ്യായം 1-2 വാക്യങ്ങൾ ദയവായി വായിച്ചാൽ. എന്നാൽ സകല മനുഷ്യർക്കും നാം സർവഭക്തിയോടും ഘനത്തോടും കൂടെ സാവധാനതയും സ്വസ്ഥതയുമുള്ള ജീവനം കഴിക്കേണ്ടതിന് വിശേഷാൽ രാജാക്കന്മാർക്കും സകല അധികാരസ്ഥന്മാർക്കും വേണ്ടി യാചനയും പ്രാർത്ഥനയും പക്ഷപാതവും സ്തോത്രവും ചെയ്യണമെന്ന് ഞാൻ സകലത്തിനു മുമ്പേ പ്രബോധിപ്പിക്കുന്നു. പരിശുദ്ധാത്മാവ് പൗലോസ് അപ്പോസ്തലനിലൂടെ ഇന്നത്തെ സഭയോട്, ഇല്ല ഭൂമിയിൽ നിലനിൽക്കുന്ന ദൈവസഭയോട് പറയുന്നതാണ്, നമുക്ക് സാവധാനമായൊരു ജീവിതം നയിക്കേണ്ടതിന് നാം സകലർക്കു വേണ്ടിയും പ്രാർത്ഥിക്കണം. ഭക്തിയോടെ ജീവിക്കുവാൻ, സാവധാനതയോടെ ജീവിക്കുവാൻ നാം ഒരു പ്രാർത്ഥന കഴിക്കണം. അതിനകത്ത് പ്രധാനമായും രാജാക്കന്മാർക്കും ഭരണാധികാരികൾക്കും വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് എടുത്തു പറയുന്നു. രാജാക്കന്മാരെന്ന് ബൈബിളിൽ ഉപയോഗിക്കാൻ കാരണം ഇത് അക്കാലത്ത് എഴുതിയതാണ്. ഇന്ന് ആ സ്ഥാനത്ത് പലയിടത്തും ഭാരതത്തിൽ ഉൾപ്പെടെ പ്രൈം മിനിസ്റ്റേഴ്സും ചിലയിടത്ത് പ്രസിഡൻസും മറ്റു ചില രാജ്യങ്ങളിൽ ഇന്നും രാജാക്കന്മാരും നാടുവാഴികളും ഭരിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ വാക്യത്തിനകത്ത് സാവധാനതയും ഭക്തിയുമുള്ള ഒരു ജീവിതം നമുക്ക് നയിക്കേണ്ടതിന് ക്രിസ്ത്യാനിയുടെ ജീവിത ശൈലി സാവധാനതയും ഭക്തിയുമുള്ളതാണ്. കൈക്കൂലി വാങ്ങാൻ ക്രിസ്ത്യാനിത്വം പഠിപ്പിക്കുന്നില്ല. അനാഥനെ ഉപദ്രവിക്കുവാൻ, സാധുവിനെ പീഡിപ്പിക്കുവാൻ ക്രിസ്തുമതം പഠിപ്പിക്കുന്നില്ല. യോഗ്യവും മാന്യവുമായി ജീവിക്കുവാൻ. ചാരായം ഉപയോഗിക്കുന്നവർ ക്രിസ്ത്യാനിത്വത്തിൻ്റെ തത്വത്തിൽപ്പെടുന്നവരല്ല. അനാവശ്യമായി നടക്കുന്നവർ, ഗുണ്ടായുസം കാണിക്കുന്നവർ ക്രിസ്തീയ തത്വത്തിൽപ്പെടുന്നവരല്ല. പണ്ടിവിടെയായിരുന്ന ഒരു പോലീസ് കമ്മീഷണർ ഒരിക്കൽ നമ്മുടെ ചർച്ചിൽ വരുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു പദം എനിക്ക് ഓർമ്മയുണ്ട്. അദ്ദേഹം പറഞ്ഞ, ക്രിസ്ത്യാനികളെ എനിക്ക് വലിയ ഇഷ്ടമാണ്. പോലീസ് പഠിപ്പിക്കുന്നത് തന്നെയാണ് നിങ്ങളും പഠിപ്പിക്കുന്നത്. പോലീസ് നിഷ്കർഷിക്കുന്നത് ഔദ്യോഗികമായി സഭകളിൽ പഠിപ്പിക്കുവാൻ, മാന്യരായ പ്രജകളെ ഇറക്കി വിടുവാൻ സഭകൾക്ക് ഒരു വലിയ സ്ഥാനമുണ്ട്, നിങ്ങളത് ചെയ്യണം എന്ന് അദ്ദേഹം, ഒരു IPS കാരനായിരുന്നു, ഇവിടുത്തെ ബാംഗ്ലൂരിലെ പോലീസ് കമ്മീഷണറായിരുന്നു. അദ്ദേഹം ഈ ചർച്ചിനോട് ഓർപ്പിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. അതെ, നാം ആഗ്രഹിക്കുന്നത് സാവധാനതയുള്ളൊരു ജീവിതമാണ്. നാം ആഗ്രഹിക്കുന്നത് ഭക്തിയുള്ള ഒരു ജീവിതമാണ്. ദൈവത്തെ മാത്രം ഭയപ്പെട്ട് ദൈവത്തിൻ്റെ വഴികളിൽ നടന്ന് അയോഗ്യമായ വഴികളിൽ നിന്ന് മാറുകയാണ് നമ്മുടെ ആവശ്യം. പക്ഷേ അതിനുവേണ്ടി നാം പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ഇതിന് വിപരീതമായ വേറൊരു ശക്തിയുണ്ട്. ആ വിപരീതമായ ശക്തി ദോഷത്തിലേക്ക് മനുഷ്യനെ നയിക്കും. അത് അധർമ്മത്തിലേക്കും മദ്യപാനത്തിലേക്കും വെറിക്കൂത്തിലേക്കും കൂത്തുകളിയിലേക്കും എല്ലാ ദോഷത്തിലേക്കും, കൈക്കൂലി ഉൾപ്പെടെ എല്ലാ ദോഷത്തിലേക്കും ജനത്തെ നയിക്കുന്നതാണ്. അതിൽ നിന്ന് കർത്താവ് ഒന്ന് വിടുവിച്ചെടുക്കേണ്ടതിന് നാം എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് ഭരണാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതാണ്. ഇന്നത്തെ ഭാഷയിൽ രാജാക്കന്മാരെന്നുള്ളത് മാത്രമല്ല, പ്രസിഡന്റന്മാരും പ്രൈം മിനിസ്റ്റർമാരും. നമുക്ക് നമ്മുടെ ഭാരതത്തിൻ്റെ പ്രസിഡന്റിനെ, ഭാരതത്തിൻ്റെ പ്രൈം മിനിസ്റ്ററെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ലോകത്തിലെ ഭരണാധികാരികളെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ ഒരു നിയോഗം, വിശുദ്ധയുടെ ഒരു നിയോഗം, നീതിയുടെ ഒരു നിയോഗം, ദൈവകൃപയുടെ ഒരു നിയോഗം ദൈവം അവരുടെ മേൽ കൊടുക്കണം. റോമാലേഖനം 13-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം മുതൽ 2-3 വാക്യങ്ങളൊന്ന് വായിക്കാമോ? റോമാലേഖനം 13-ന്റെ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ ഭയങ്കര പ്രസക്തമാണ് ഈ ഒരു ഘട്ടത്തിൽ. എന്നാൽ നമ്മൾ അത്രയും വായിക്കുന്നില്ല. 13-ന്റെ 1 മുതൽ 3 വരെ. ഏതു മനുഷ്യനും ശ്രേഷ്ഠാധികാരങ്ങൾക്ക് കീഴടങ്ങട്ടെ. ദൈവത്താൽ അല്ലാതെ ഒരധികാരവുമില്ലല്ലോ. ഉള്ള അധികാരങ്ങളോ ദൈവത്താൽ നിയമിക്കപ്പെട്ടിരിക്കുന്നു. ആകയാൽ അധികാരത്തോട് മറുക്കുന്നവൻ ദൈവവ്യവസ്ഥയോട് മറുക്കുന്നു. നാം ദൈവവചനപ്രകാരം അധികാരങ്ങളോട് മറുതലിക്കേണ്ടവരല്ല, അധികാരങ്ങൾക്ക് കീഴടങ്ങേണ്ടവരാണ്. കാരണം സകല അധികാരവും ദൈവത്താലാണ് വരുന്നത്. ഞാൻ ഒരു പ്രാവശ്യം കൂടെ ഓർമ്മിപ്പിക്കാം. അനീതിയുടെ അധികാരങ്ങൾ വരുന്നത് ദൈവത്തിങ്കൽ നിന്നല്ല, അതിന് വിപരീത ശക്തിയിൽ നിന്നാണ്. അടിയും പിടിയും കൊലയും കൊള്ളിവെപ്പും ദൈവത്തിങ്കൽ നിന്നല്ല വരുന്നത്, അത് എതിർ സൈഡിൽ നിന്ന് വരുന്നതാണ്. സകല അധികാരവും വരേണ്ടത് ദൈവത്തിങ്കൽ നിന്നാണ്. സകല അധികാരസ്ഥരെയും ഭരിക്കേണ്ടത് ദൈവമാണ്. അപ്രകാരം ഭരിക്കുവാൻ നാം ദൈവത്തോട് പ്രാർത്ഥിക്കുകയും അധികാരങ്ങൾക്ക് കീഴടങ്ങിയിരിക്കുകയും വേണം.
അധികാരങ്ങൾ വരുമ്പോൾ തന്നെ അത് ദോഷത്തിന് വേണ്ടി വരുന്നുവെങ്കിൽ അത് ദൈവത്തെങ്കിൽ നല്ല വരുന്നത് എന്നോർത്ത് അധികമായി പ്രാർത്ഥിക്കണം. ക്രിസ്ത്യാനിത്വം പഠിപ്പിക്കുന്നത് ടു എവറി ഇൻസ്റ്റിറ്റ്യൂഷൻ, ഏത് ഭരണഘടനയ്ക്കും വിധേയമായി, ഏത് ഭരണഘടനയിലും താഴ്ന്നു നിന്ന് ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ പഠിപ്പിക്കുന്ന അധികാരങ്ങളുടെ കീഴിൽ നാം നിൽക്കണം. ആ കാര്യം ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പക്ഷെ നിൽക്കാൻ വയ്യാതെ വന്നാൽ ദൈവത്തോട്, ദൈവമേ ഈ അധികാരികളുടെ മേൽ ഒരു നല്ല ആത്മാവിനെ കൊടുക്കണേ, നന്നായി ചിന്തിക്കുവാൻ അവരുടെ ബുദ്ധിയെ തുറക്കണേ, അവരുടെ ബുദ്ധി അശുദ്ധ ശക്തികൾക്ക് വിധേയമാകരുതേ എന്ന് പ്രാർത്ഥിപ്പാൻ നാം കടംപെട്ടവരാണ്. 1 പത്രോസിൻ്റെ ലേഖനം 2-ാം അധ്യായം 13 മുതൽ 17 വരെയുള്ള വാക്യങ്ങളും ഇതേ ആശയം നമ്മെ പഠിപ്പിക്കുന്നു. ദയവായി നോക്കാം. 1 പത്രോസിൻ്റെ ലേഖനം 2-ാമത്തെ അധ്യായം 13, 14, 15 വാക്യങ്ങളൊന്ന് വായിച്ചാട്ടെ. സകല മനുഷ്യ നിയമത്തിനും കർത്താവിൽ നിമിത്തം കീഴടങ്ങി. നാം സകല മാനുഷിക നിയമങ്ങൾക്കും, നിയമങ്ങൾ ദൈവികമല്ല. ദൈവിക നിയമങ്ങളാണെങ്കിൽ ഞായറാഴ്ച രാവിലെ ഇത്ര മണിക്ക് ആരാധനയ്ക്ക് വരണമെന്നോ, വെള്ളിയാഴ്ച രാവിലെ ഇത്ര മണിക്ക് ആരാധനയ്ക്ക് കൂടണമെന്നോ, അല്ലെങ്കിൽ ബുധനാഴ്ച വൈകിട്ട് ഇത്ര മണിക്ക് പ്രാർത്ഥനയ്ക്ക് വരണമെന്നോ ഒക്കെ കണ്ടേക്കാം. അതിൻ്റെ കാര്യമല്ല പറയുന്നത്. മാനുഷിക നിയമങ്ങളിലേക്ക് പോകുക, മാന്യമായി നടക്കുക, യോഗ്യമായി നടക്കുക, മോഷ്ടിക്കരുത്, അയൽവക്കക്കാരൻ്റേത് എടുക്കരുത്, പിടിച്ചു പറിക്കരുത്, ദുഷ്കർമ്മത്തിന് പോകരുത് എന്നിത്യാദികൾ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി, മര്യാദയ്ക്ക് വേണ്ടി ജീവിക്കുവാൻ ആവശ്യപ്പെടുന്ന ഒരു പ്രത്യേകത ബൈബിളിലുണ്ട്. അതിനനുകൂലമായി നാം നടക്കേണ്ടവരാണ്. സകല മാനുഷിക അധികാരത്തിനും നാം കീഴ്ക്കടങ്ങിയിരിക്കേണ്ടതാണ്. അങ്ങനെ നാം പ്രാർത്ഥിക്കുന്നെങ്കിൽ, ബൈബിൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞല്ലോ, നമ്മൾ ആദ്യമേ വായിച്ച വാക്യങ്ങൾ, രാജാക്കന്മാർക്ക് വേണ്ടി, അധികാരികൾക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. ഈ അധികാരികളെക്കുറിച്ച് ബൈബിൾ പറയുന്ന രണ്ടാമത്തെ ഒരു പ്രോമിസ് പഴയ നിയമത്തിലുണ്ട്. പ്രൊവേബ്സ് 21-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം, അല്ലെങ്കിൽ ഭരണാധികാരികളെക്കുറിച്ച് സദൃശവാക്യങ്ങളുടെ പുസ്തകം, പ്രൊവേബ്സ് സദൃശവാക്യങ്ങളുടെ പുസ്തകം 21-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം കൂടെ ദയവായി വായിക്കാമോ? രാജാവിന്റെ ഹൃദയം യഹോവയുടെ കയ്യിൽ നീർത്തോട് കണക്കിയിരിക്കുന്നു. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ രാജാവിൻ്റെ ഹൃദയം എന്ന് പറഞ്ഞാൽ ഭരണാധികാരിയുടെ ഹൃദയം. ഇന്ത്യയുടെ സുപ്രീം കോർട്ടിൻ്റെ ചീഫ് ജസ്റ്റിസ് ഇന്നലെയായിരിക്കും അദ്ദേഹം ഭരണം ഏറ്റെടുത്തത്. ഒരു കാലഘട്ടത്തിലേക്ക് അദ്ദേഹം ഭരിക്കാനിരിക്കുകയാണ്. നമ്മുടെ പ്രൈം മിനിസ്റ്റർ പല വർഷങ്ങളായി ഭാരതത്തെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. നാം പ്രാർത്ഥിക്കുന്നുവെങ്കിൽ രാജാവിൻ്റെ ഹൃദയം ദൈവത്തിൻ്റെ കയ്യിൽ നീർച്ചാലുകൾ പോലെ ആകണം. പ്രാർത്ഥിക്കുന്നത് സഭയുടെ ഉത്തരവാദിത്വമാണ്. ഇന്ന് അട്ടിമറികൾ അഭിനന്ദിക്കപ്പെടുന്നുവെങ്കിൽ, ഇന്ന് വ്യാപാരികൾ മോശമായി ഇടപെടുന്നത് അനുവദിക്കപ്പെടുന്നുവെങ്കിൽ, ദരിദ്രന് ജീവിക്കാൻ നിവൃത്തിയില്ലാതെ വണ്ണം വിലക്കയറ്റം മുതലായ കാര്യങ്ങൾ നടക്കുന്നുവെങ്കിൽ, ഒരിക്കലും അത് അനുകൂലമായ പരിതസ്ഥിതിയിലല്ല. ഇതിനൊരു വ്യത്യാസം വരുവാനായി ഞാനും നിങ്ങളും പ്രാർത്ഥിച്ചേ മതിയാകും. ഒരു വ്യത്യാസം വരണമെങ്കിൽ ഭരണാധികാരിയുടെ ഹൃദയങ്ങൾ ദൈവത്തിൻ്റെ കയ്യിൽ നീർച്ചാലുകൾ പോലെയാണ്. താൻ തൃക്കരം അങ്ങോട്ട് ചരിച്ചാൽ അങ്ങോട്ടും, ഇങ്ങോട്ട് ചരിച്ചാൽ ഇങ്ങോട്ടും പോകും. തൃക്കരങ്ങളിലാണെങ്കിൽ ഒരിക്കലും മോശമായി ചരിയുകയില്ല. ദൈവത്തിൻ്റെ കരങ്ങളിലാണെങ്കിൽ ഒരിക്കലും തിന്മയ്ക്ക് വേണ്ടി പോകയില്ല. തിന്മയ്ക്ക് വേണ്ടി പോകുന്നുവെങ്കിൽ, ദൈവമേ ഇവിടെ എന്തോ തകരാറുണ്ട്, ഈ ഹൃദയങ്ങളൊന്ന് തിരിയുവാൻ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു എന്ന് നമുക്ക് പറയാം. ഞാൻ 1-ാമത്തെ പകുതിയിലാണ് നിൽക്കുന്നത്. ഭരണാധികാരികൾക്കും പ്രധാന അധികാരങ്ങൾ വഹിക്കുന്നവർക്കും മാത്രമല്ല, സകല മനുഷ്യനും വേണ്ടി പ്രാർത്ഥിക്കാൻ. നമ്മുടെ കൂടെ നടക്കുന്ന ഒരാൾ ചുമ്മാതെ കാലിട്ടാട്ടിയാൽ എൻ്റെ കാലിൽ തട്ടും, ഞാൻ താഴെ വീഴാൻ ഇടയാകും. ചുമ്മാതെ റോഡെ ഓടിക്കുമ്പോൾ അടുത്തൊരാൾ ലെക്കില്ലാതെ ഓടിച്ചാൽ എൻ്റെ വാഹനം കൂടെ അപകടത്തിലാകും. വെറുതെ നടന്നു പോകുമ്പോൾ ഒരു സൈക്കിളുകാരൻ ലെക്കില്ലാതെയാണ് സൈക്കിൾ ഓടിച്ചതെങ്കിൽ എന്നെ വന്ന് തട്ടും. അധികാരികൾക്ക് വേണ്ടി മാത്രമല്ല, സകല മനുഷ്യർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. നമ്മുടെ പ്രൊട്ടക്ഷന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പോലെ തന്നെ, കർത്താവേ, എൻ്റെ ചുറ്റുവട്ടങ്ങളിൽ ജീവിക്കുന്ന സകല മനുഷ്യരും മാന്യവും യോഗ്യവുമായി ജീവിക്കേണ്ടതിന്, സാവധാനതയോടും സ്വസ്ഥതയോടും ഭക്തിയോടും കൂടെ ജീവിക്കേണ്ടതിന് ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുവെന്ന് പറഞ്ഞ് നമ്മുടെ സമൂഹത്തിന് വേണ്ടി നാം പ്രാർത്ഥിക്കാൻ കടംപെട്ടവരാണ്. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഭരണാധികാരികളുടെ ഭരണത്തിൻ്റെ ചക്രത്തെ കർത്താവ് തിരിക്കുകയും ദൈവം അതിനൊരു വ്യത്യാസം കൊടുക്കുകയും ചെയ്യും എന്നാണ് നമ്മൾ കണ്ടത്. ഇന്ന് ക്രിസ്ത്യാനിത്വം നിമിത്തം, അല്ലെങ്കിൽ യേശുവിനെ അറിയിച്ചത് നിമിത്തം, അവനവൻ്റെ സ്വാതന്ത്ര്യം മാത്രം ഉപയോഗിച്ചത് നിമിത്തം ജയിലിലായിരിക്കുന്ന ഒരുപാട് പേരുണ്ട്.
എൻ്റെ അറിവോളം എൻ്റെ അറിവ് കംപ്ലീറ്റ് ആകണമെന്നില്ല. യാതൊരു കുറ്റവും ചെയ്യാത്തവരെ വ്യാജമായ കാരണങ്ങൾ ആരോപിച്ചുകൊണ്ട് ജയിലിൽ അടയ്ക്കുന്നുണ്ട്. ക്രിസ്ത്യാനിത്വം ആർക്കും ദോഷം ചെയ്തിട്ടില്ല. ക്രിസ്ത്യാനിത്വം ആരെയും തകർത്തിട്ടില്ല. ക്രിസ്ത്യാനിത്വം ഒരൊറ്റ വ്യക്തിക്ക് വിരോധമായി ഇന്നുവരെയും ഇടപെട്ടിട്ടില്ല. പിന്നെ എന്ത് പറ്റി, എന്ത് തകരാറ് പറ്റി? വ്യാജത്തെ നാം അംഗീകരിക്കുന്നില്ല, നീചത്വത്തെ നാം അംഗീകരിക്കുന്നില്ല. അവിടെ നിന്ന് കർത്താവിലേക്ക് തിരിയണം. എല്ലായിടത്തുമുള്ള എല്ലാവരും മാനസാന്തരപ്പെട്ട് ദൈവത്തിൻ്റെ യോഗ്യമായ മാർഗങ്ങളിൽ നടക്കണം എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അങ്ങനെയുള്ളവരും ഇന്ന് അറസ്റ്റിലാണ്. അവർക്കെതിരെ ന്യായമായ യാതൊരു കാരണങ്ങളുമില്ല, യാതൊരു കാരണങ്ങളുമില്ല. വ്യാജ നിർമ്മിതമായ ആരോപണങ്ങൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് തുറുങ്കുകളിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്നവരെ കർത്താവ് സ്വതന്ത്രരാക്കുവാൻ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമുക്കൊന്ന് ഏൽപ്പിക്കാം. ഇന്നലെ വായിക്കുമ്പോൾ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ 4-ാമത്തെ അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യം നമ്മൾ വായിക്കുകയുണ്ടായി. ഈ വാക്യം യെശയ്യാവിൻ്റെ പുസ്തകം 61-ാമത്തെ അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങളിൽ നിന്ന് വരുന്നതാണ്. ഞാൻ യെശയ്യാവിൻ്റെ പുസ്തകത്തിലേക്ക് പോകുന്നില്ല. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ തന്നെ 4-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യം ദയവായി ഒരു പ്രാവശ്യം കൂടെ വായിക്കാമോ? ദരിദ്രരുടെ സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യുകയാൽ അവന്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. നമ്മുടെ കർത്താവായി മറിക്കരുത്, ബാക്കി ഭാഗങ്ങൾ വായിക്കേണ്ടതുണ്ട്. നമ്മുടെ കർത്താവായി യേശു ക്രിസ്തു താന് ഈ ഭൂമിയിൽ മനുഷ്യ അവതാരമെടുത്തു ഇറങ്ങി വന്നു. 30 വർഷം തൻ്റെ കുടുംബത്തിൽ ഭക്തിയോടുകൂടെ മാതാപിതാക്കൾക്ക് കീഴടങ്ങിയിരുന്നു. 30 വർഷം യേശു എങ്ങോട്ടും പോയിട്ടില്ല, മാതാപിതാക്കൾക്ക് കീഴടങ്ങിയിരുന്നു. 1 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള യേശുവിൻ്റെ ചരിത്രത്തെക്കുറിച്ച് വ്യക്തതയിൽ ഒന്നും ബൈബിളിൽ എഴുതിയിട്ടില്ലെങ്കിലും ഇതര ചരിത്ര രേഖകൾ പറയുന്നത് യേശു തൻ്റെ മാതാപിതാക്കൾക്ക് കീഴ്പ്പെട്ട് സ്വന്തം ഭവനത്തിൽ ഭക്തിയോടെ വളർന്നു. 12-ാമത്തെ വയസ്സിൽ 12-13 വയസ്സുകളിൽ യഹൂദ ബാലകന്മാർ ദേവാലയത്തിൽ പോയി തോറ പറയുക എന്നൊരു പദ്ധതിയുണ്ട്. അതായത് ദൈവവചനത്തിൽ നിന്ന് അവരുടെ വീടുകളിൽ ലഭിച്ച അറിവ് എന്തുണ്ടോ അത് പുരോഹിതന്മാരും ശാസ്ത്രികളും ചോദിക്കുകയും അവർ അതിന് മറുപടി പറയുകയും വേണം. അതിന് മറുപടി പറഞ്ഞ ശേഷം ബൈഹാർട്ട് ചെയ്യേണ്ട ഭാഗങ്ങൾ 13 വയസ്സിനകം ഒരു കുട്ടി ബൈഹാർട്ട് ചെയ്തിരിക്കണം. 13 വയസ്സിനകം ബൈഹാർട്ട് ചെയ്യേണ്ട ഭാഗങ്ങൾ ബൈഹാർട്ട് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ അദ്ദേഹത്തെ ഒരു സാധാരണ ബുദ്ധിയുള്ള കുട്ടിയായി യഹൂദന്മാർ അംഗീകരിക്കുകയില്ല. 13 വയസ്സ് വരെയാണ് ഈ അനുവാദമുള്ളത്. എന്നാൽ 12-ാം വയസ്സിൽ തന്നെ പോയി തോറ പറയുന്ന പതിവ് അന്ന് മാന്യരായ യഹൂദരുടെ ഇടയിൽ ഉണ്ടായിരുന്നതിനാൽ യേശുവിനെ 12-ാമത്തെ വയസ്സിൽ തോറ പറയുവാൻ ദേവാലയത്തിൽ കൊണ്ടുപോയി. ശാസ്ത്രിമാർ അദ്ദേഹത്തോട് ചോദിച്ച ചോദ്യത്തിന് താൻ കൊടുത്ത മറുപടി കേട്ട് പുരോഹിതന്മാരും ശാസ്ത്രിമാരും അന്തം വിട്ടു എന്ന് പറഞ്ഞാൽ അതുപോലെ ഗൗരവമേറിയ ഒരു മതപഠനം അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ തൻ്റെ മാതാപിതാക്കളുടെ കൈക്കീഴിൽ യേശുവിന് ലഭിച്ചു. അതായിരുന്നു 12 വയസ്സ് വരെ യേശു ചെയ്തത്. 12 വയസ്സ് മുതൽ 18 വയസ്സ് വരെയുള്ള സമയം യേശു തൻ്റെ മാതാപിതാക്കൾക്ക് കീഴടങ്ങിയിരുന്നു. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു പദത്തിൽ ഒന്ന് എടുത്തു പറഞ്ഞായിരുന്നു, ഈ തലമുറയിൽ കുഞ്ഞുങ്ങളിൽ അധികം പേരും മാതാപിതാക്കൾക്ക് കീഴടങ്ങാറില്ല. മാതാപിതാക്കൾ പറയുന്നത് പോലെ വേണ്ടതുപോലെ അനുസരിക്കാറില്ല. എന്തായിരിക്കും കാരണം? ഒരളവിൽ കുഞ്ഞുങ്ങളുടെ അറിവ് മാതാപിതാക്കളുടെ അറിവിനേക്കാൾ കൂടുതലാണ്. ഒരു 18, 19, 20 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് കുട്ടികളുടെ അറിവ് ഇന്നത്തെ തലമുറയിൽ മാതാപിതാക്കന്മാരുടെ അറിവിനേക്കാൾ കൂടുതലാകയാൽ അത് അനുസരിക്കുവാൻ അവർക്കൊരു പ്രയാസം. മറുവശത്ത് പൈശാചിക പ്രവണതകൾ, ദുഷ്ടതയുടെ പ്രവണതകൾ എന്നും ഉയരുന്നതുകൊണ്ട് നന്മ അനുഭവിപ്പാനും പിള്ളേർക്കൊരു മനപ്രയാസമുണ്ട്. അതുകൊണ്ട് അംഗീകരിക്കാതെ ഇരിക്കും. പക്ഷെ ഞാൻ യേശുവിനെ ഒന്ന് എടുത്തു കാണിച്ചായിരുന്നു. സകല പ്രപഞ്ചത്തിൻ്റെയും ഉടമസ്ഥൻ, കോടാനു കോടി ഗ്രഹങ്ങൾ എവിടെ നിന്ന് എങ്ങോട്ട് എപ്പോൾ ചലിക്കണം എന്ന് തീരുമാനിക്കത്തക്കവണ്ണം അവയുടെ സഞ്ചാരപഥങ്ങൾ ഉയർത്തിക്കൊണ്ട് ഓരോന്നിനും ലഭിക്കേണ്ട പ്രകാശം ലഭിക്കുവാൻ സോഴ്സുകളെ ഒരുക്കിക്കൊണ്ട് വേദപുസ്തകത്തിൻ്റെ ഭാഷയിൽ പിതാവായ ദൈവം ആകാശത്തിന് വൃത്തം വരയ്ക്കുമ്പോൾ അതിനകത്ത് ഡിസൈനുകൾ നടത്തുമ്പോൾ തൻ്റെ കൂടെ പിതാവാം ദൈവത്തോടുകൂടെ പുത്രൻ തമ്പുരാൻ കർത്താവായ യേശു ശില്പിയായിരിക്കുകയും സകല പ്രപഞ്ചവും നിർമ്മിക്കുകയും ചെയ്ത അറിവിൽ മികവുറ്റവനായി യേശു മനുഷ്യ അവതാരത്തിൽ പഠിത്തവും വിദ്യാഭ്യാസവും കുറവുള്ളതായ തൻ്റെ മാതാപിതാക്കൾക്ക് കീഴടങ്ങിയിരുന്നു. അങ്ങനെ കീഴടങ്ങിയിരിക്കുവാൻ യുവതലമുറകളെ ഓർമ്മിപ്പിക്കുവാൻ യേശു 12-ാമത്തെ വയസ്സ് മുതൽ 18 വർഷം 30-ാം വയസ്സ് വരെ മാതാപിതാക്കൾക്ക് കീഴടങ്ങിയിരുന്നു.
30-ാമത്തെ തിരുവയസ്സിൽ പിതാവാം ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കേണ്ടതിന് വേണ്ടി ഇല്ല, പിന്നത്തേതിൽ യേശുവും കൺഫേം ചെയ്ത ദൈവകൽപ്പന അനുസരിക്കേണ്ടതിന് വേണ്ടി യോർദാൻ നദിയിലേക്ക് ഇറങ്ങുകയും സൃഷ്ടവായ ദൈവം സൃഷ്ടിയായ മനുഷ്യൻ്റെ മുമ്പിൽ വിനയപ്പെട്ട് അദ്ദേഹത്തിൻ്റെ കൈക്കീഴിൽ സ്നാനമേൽക്കുകയും ചെയ്ത ശേഷം പറഞ്ഞ്, ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കേണ്ടത് നമുക്കുചിതമാണ്. ഈ സമയം നോക്കി പിതാവായ ദൈവം തൻ്റെ ആത്മാവിനെ യേശുവിൻ്റെ മേൽ അയക്കുകയും യേശു ആത്മാവിനാൽ അഭിഷക്തനാകുകയും ചെയ്തു. നേരെ 40 രാപകലുകൾ ഉപവസിച്ച് പ്രാർത്ഥിക്കുവാൻ സാത്താനെ ജയിക്കേണ്ടതിന് യേശു തീരുമാനിക്കുകയും അങ്ങനെ സാത്താനെ ജയിച്ച ശേഷം കപ്പർന്നഹൂം ദേവാലയത്തിലേക്ക് വരികയും ചെയ്തു. തൻ്റെ പോളിസി ഡിക്ലറേഷൻ അടുത്ത നീണ്ട യുഗങ്ങൾ, അടുത്തൊരു 3.5 വർഷക്കാലം അക്ഷരാർത്ഥത്തിൽ ശരീരത്തോടുകൂടെ ഈ ഭൂമിയിൽ യാത്ര ചെയ്യും. തുടർന്ന് ശരീരമില്ലാതെ ആത്മാവിൽ എന്നോടും നിങ്ങളോടും ചേർന്ന് ഈ മണ്ണിൽ നടക്കുകയും ചെയ്യുവാനുള്ള തൻ്റെ പോളിസി ഡിക്ലറേഷന് വേണ്ടി തൻ ദേവാലയത്തിലേക്ക് കയറി നിന്നു. താൻ അവിടെ നിന്നുകൊണ്ട് പറയുകയാണ്, യഹോവയായ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കയാൽ അവൻ്റെ ആത്മാവ് എൻ്റെ മേലിരിക്കുന്നു. എന്തൊക്കെ ചെയ്യേണ്ടതിനാണ് അഭിഷേകം ചെയ്തത്? ദയവായി വായിച്ചാലും. ഒന്ന്, ബദ്ധന്മാർക്ക് വിടുതൽ. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽ ബന്ധിക്കപ്പെട്ട, പ്രത്യേകിച്ചും നീതിയോടെ നടന്ന ശേഷം അനധികൃതമായി അനാവശ്യമായി ബന്ധിക്കപ്പെട്ടവരെ അഴിച്ചു വിടുവാൻ യേശുവിൻ്റെ മേലൊരു അഭിഷേകമുണ്ട്. 2 വായിച്ചാട്ടെ. കുരുടന്മാർക്ക് കാഴ്ച കൊടുക്കുവാൻ ദൈവത്തിൻ്റെ മഹാകരുണയാൽ യേശു ജീവനോടെ ഈ മണ്ണിൽ നടക്കുമ്പോൾ അക്ഷരീയമായി കുരുടന്മാരായവർക്ക് കാഴ്ച കൊടുക്കുന്നത് ഞാൻ കണ്ടു. ക്രിസ്തുവിൻ്റെ ബൈബിളിൽ ഞാൻ കണ്ടു. ക്രിസ്തുവിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്നവർ ഈ ദിവസങ്ങളിലും കുരുടന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കാഴ്ച ലഭിക്കുന്ന അനേക സംഭവങ്ങൾ, എല്ലാത്തിലുമല്ല അനേക സംഭവങ്ങൾ എൻ്റെ കണ്ണുകൊണ്ട് കാണുവാൻ എനിക്ക് എൻ്റെ 80-ാമത്തെ വയസ്സിലാണ് കർത്താവ് എനിക്ക് പദവി തന്നു. ഇന്നും ഈ ചർച്ചിൽ ഉൾപ്പെടെ അത് നടക്കുന്നുണ്ട്. കുരുടന്മാർക്ക് കാഴ്ച കൊടുക്കുവാൻ. ഞാൻ പറഞ്ഞ ആത്മീയ കുരുടന്മാരെയാണ് പ്രധാനമായും അർത്ഥമാക്കുന്നത്. പൈശാചിക ശക്തിയാൽ നയിക്കപ്പെടുന്ന, ദുഷ്ടതയിൽ നിന്ന് ദുഷ്ടതയിലേക്ക് പോകുന്നവർക്ക് കണ്ണൊന്ന് തുറന്നു കൊടുക്കുവാൻ അതിനുവേണ്ടി എന്നെ അഭിഷേകം ചെയ്തു. കർത്താവേ, എൻ്റെ ഭരണാധികാരികളുടെ കണ്ണൊന്ന് തുറന്നു കൊടുക്കുവാൻ, യോഗ്യമായി മാന്യമായി മറ്റു മനുഷ്യൻ സഹോദരത്വ ബോധത്തോടുകൂടെ ഈ മണ്ണിൽ ജീവിക്കുവാൻ ആവശ്യമുള്ള കഴിവുകൾ കൊടുക്കേണ്ടതിന് എൻ്റെ ഭരണാധികാരികളുടെ കണ്ണ് ഒന്ന് തുറന്നു കൊടുക്കണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അടുത്തത്, പീഡിതന്മാരെ വിടുവിച്ചയക്കുവാൻ. എത്രയോ ജനം ഇന്ന് പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. ജോലിക്ക് തക്ക ശമ്പളം കിട്ടാതെ വേണം, മാസം മുഴുവനും ജോലി ചെയ്ത ശേഷം വീട്ടിൽ പോക്കോ എന്ന് പറയുവാൻ. ഭാരതത്തിൽ നിന്നും വിദേശത്തേക്ക് പോകുന്ന അനേകര്, നീ ജീവിച്ചത് മതി, പൊയ്ക്കോ, ശമ്പളം തരത്തില്ലെന്ന് പറയുവാൻ. പീഡിതന്മാരെ, ഇന്ന് പീഡിപ്പിക്കപ്പെടുന്നവരെ, ജയിലുകളിൽ പീഡിപ്പിക്കപ്പെടുന്നവരെ, നിയമത്തിൻ്റെ മുമ്പിൽ പീഡിപ്പിക്കപ്പെടുന്നവരെ, അവരെയൊക്കെ ഒന്ന് വിടുവിച്ചെടുക്കുവാൻ, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരമൊന്ന് നീട്ടുവാൻ നമുക്ക് ദൈവകരങ്ങളിലേക്കൊന്ന് ഏൽപ്പിക്കാം. അതിനൊരു അഭിഷേകം യേശുവിൻ്റെ മേലുണ്ട്. യേശുവിൻ്റെ മേലൊരു അഭിഷേകം ഉണ്ടെങ്കിൽ ആ അഭിഷേകമാണ് നമുക്ക് കൈമാറിയത്. വായിച്ചാട്ടെ. കർത്താവിന്റെ പ്രസാദവർഷം പ്രസംഗിപ്പാൻ. ഒരു സമയത്ത് പീഡിപ്പിക്കപ്പെട്ടു പോയെങ്കിലും ദൈവത്തിന് പ്രസാദമായ ഒരു സമയമുണ്ട്. ആ സമയത്ത് ജനത്തെ വിടുവിച്ചെടുക്കേണ്ടതിന് നമുക്കിന്ന് കർത്താവിനോടൊന്ന് പ്രാർത്ഥിക്കാൻ. കർത്താവേ, അങ്ങയ്ക്ക് പ്രസാദം തോന്നണമേ. കാരണമില്ലാതെ ജയിലുകളിൽ കിടക്കുന്ന, അങ്ങയുടെ നാമത്തെ ഉയർത്തുന്ന, മാന്യമായി ജീവിക്കുന്ന, സമൂഹത്തെ നന്നാക്കുന്ന, സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന എൻ്റെ സമസൃഷ്ടങ്ങളും സഹോദരന്മാരും ജയിലുകളിൽ ത്യാഗം സഹിക്കുകയാണ്, കഷ്ടം സഹിക്കുകയാണ്. ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ട ഇതുപോലുള്ള പ്രിയപ്പെട്ടവരെ ഒന്ന് സ്വതന്ത്രമാക്കണം കർത്താവേ. ആ ആത്മാവ് അങ്ങയുടെ മേലുണ്ട്. നിങ്ങളുടെ പ്രസിഡന്റുമാർക്ക് വേണ്ടി പ്രാർത്ഥിക്ക്, രാജാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്ക്, ഭരണാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്ക്. ഞാൻ ഇവിടെ കൊണ്ട് നിർത്താൻ പോകുകയാണ്. യേശുവിൻ്റെ ശുശ്രൂഷ വേളകൾ, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 10-ാം അധ്യായം 38-ാമത്തെ വാക്യങ്ങളോട് വായിച്ചുകൊണ്ട് നിർത്താൻ പോകുകയാണ്. യേശുവിൻ്റെ പ്രസംഗവേളകളിൽ താൻ ഇത് ചെയ്തുവെന്ന് തിരുവചനം പറയുന്നു. ഇന്ന് ഈ അധികാരം നമുക്കും ചോദിക്കാം. കർത്താവേ, ഞങ്ങളുടെ ഭരണാധികാരികളോട് കരുണ തോന്നണമേ. അപ്പോസ്തല പ്രവൃത്തികൾ 10:38. നസ്രയനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തതും ദൈവം അവനോടുകൂടി ഇരുന്നത് കൊണ്ട് അവൻ നന്മ ചെയ്തതും പിശാച് ബാധിച്ചവരെയൊക്കെയും സൗഖ്യമാക്കിയും കൊണ്ട് സഞ്ചരിച്ചതുമായ വിവരം തന്നെ നിങ്ങൾ
അറിയുന്നുവല്ലോ. കർത്താവായ യേശുവിനെ കുറിച്ച് ദൃക്സാക്ഷി വിവരണം കൊടുക്കുകയാണ് പത്രോസ് അപ്പോസ്തലൻ. കർത്താവായ യേശു എങ്ങനെയായിരുന്നു? പിതാവായ ദൈവത്താൽ അഭിഷക്തനായി തീർന്നതിനാൽ താൻ നന്മ ചെയ്തു. പിശാചു ബാധിച്ചവരെ ഒക്കെയും, ഈ കുരുട്ടുബുദ്ധിയുള്ളവരെ ഒക്കെയും, നെഗറ്റീവായി ചിന്തിക്കുന്നവരെ ഒക്കെയും കർത്താവെ നേരെയാക്കുകയും ചെയ്തുകൊണ്ട് നടന്നതായ ചരിത്രം നിങ്ങൾ അറിയുന്നുവല്ലോ. ദൈവാത്മാവിൽ യേശു ചെയ്തത് അറിയുന്നുവല്ലോ. ഇന്ന് പകൽക്കാലം അതേ ആത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെട്ടവരായ ദൈവമക്കളെ, നമുക്ക് നമ്മുടെ രാജ്യത്തിന് വേണ്ടി കരയാം. ഇന്നത്തെ സാഹചര്യത്തിൽ കരയാനല്ലാതെ മറ്റൊന്നും ചെയ്യാൻ നമുക്ക് നിവൃത്തിയില്ല. കാര്യം ക്രിസ്ത്യാനിത്വത്തിൻ്റെ പ്രതികരണം ഒരിക്കലും തോക്കുകൊണ്ടല്ല, തോട്ട കൊണ്ടല്ല, കുറുവടി കൊണ്ടല്ല, ലാത്തി കൊണ്ടല്ല. പകരം ക്രിസ്ത്യാനികളുടെ എന്നത്തെയും നോട്ടം നിലവിളികാലാകയാൽ ഇന്ന് പകൽ നിലവിളിക്കുവാൻ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കപ്പെടാം. നിങ്ങളുടെ നിലവിളി കാണാൻ ലോകത്തിൽ ആരുമില്ല. നീതിയുള്ള ന്യായാധിപതിമാർ കുറവാണ്. ആകയാൽ ഇന്ന് പകൽക്കാലം നീതിയുള്ള ഒരു ന്യായാധിപതിയുടെ മുമ്പിൽ, കാര്യം തീർക്കുന്നവൻ്റെ മുമ്പിലേക്ക് നമ്മുടെ ആവശ്യങ്ങൾ തുറന്നു പറയാം. കർത്താവേ, പ്രത്യേകിച്ചും വടക്കേ ഇന്ത്യയിൽ, ഈവൻ തെക്കേ ഇന്ത്യയിൽ പോലും പീഡ അനുഭവിക്കുന്ന ദൈവമക്കളെ ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് തരികയാണ്. ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നവർ, ഞങ്ങളുടെ രാജ്യത്തിൻ്റെ നിയമത്തിന് കടകവിരുദ്ധമാണവർ. എൻ്റെ രാജ്യത്തിൻ്റെ നിയമം കർത്താവേ, 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാൽ പോലും കുറ്റം ചെയ്യാത്ത ഒരുവൻ ശിക്ഷിക്കപ്പെടരുത് എന്നുള്ള പ്രമാണത്തെ നഗ്നമായി ലംഘിച്ചുകൊണ്ട് യാതൊരു കുറ്റവും ചെയ്യാത്തവരെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന ആയിരങ്ങളെ ജയിലുകളിൽ അടച്ച ഇന്നത്തെ സിസ്റ്റത്തിൽ നിന്ന് ദൈവം ഒരു വിടുതൽ തരണമേ. ന്യായമായി അർഹിക്കുന്ന നീതി ദൈവജനത്തിന് തരണമേ. ഈ രാജ്യത്തിൻ്റെ സ്ഥിതി മാറ്റണമേ. ഞങ്ങളുടെ പ്രസിഡന്റിൻ്റെ കണ്ണു തുറക്കണേ. ഞങ്ങളുടെ പ്രൈം മിനിസ്റ്ററുടെ കണ്ണു തുറക്കണേ. കർത്താവേ, ഞങ്ങളുടെ ജഡ്ജസിനെ ദൈവകരങ്ങളിലേക്ക് തരികയാണ്. സുപ്രീം കോടതിയുടെ ജഡ്ജ് മിസ്റ്റർ സൂര്യകാന്ത് അവർകൾ, ഹിസ് ജസ്റ്റിസ് സൂര്യകാന്ത് അവർകൾ ഇന്ത്യയിൽ ന്യായം നടത്തേണ്ടതിന് തൻ്റെ കീഴിൽ 100 ജഡ്ജിമാർ ഓരോ കോടതികളിൽ ന്യായം നടത്തേണ്ടതിന്, പോലീസ് അധികാരികൾ നീതി നടത്തേണ്ടതിന്, രാഷ്ട്രീയ നേതാക്കന്മാർ നീതി നടത്തേണ്ടതിന്, ദേശ അധിപതിമാർ നീതി നടത്തേണ്ടതിന് യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സഭ ഒരുമിച്ച്, ജനം ഒരുമിച്ച് അങ്ങയുടെ വാദത്തിൽ ഇരിക്കുക. നീണ്ട ദിവസങ്ങൾ ഉപവാസത്തോടുകൂടെ ദൈവസന്നിധിയിൽ ഇരുന്ന് തിരുമുമ്പിൽ പ്രാർത്ഥിപ്പാൻ ഞങ്ങൾക്ക് തരുന്ന അവസരത്തിനായി സ്തോത്രം. അതേ കർത്താവേ, ഞങ്ങളുടെ നാട്ടിൽ നീതി നടക്കണമേ. ഞങ്ങളുടെ സാധാരണക്കാരനിൽ ദൈവകൃപ പകരണമേ. ഞങ്ങൾക്ക് സമാധാനത്തോടെ ജീവിക്കുവാൻ, സ്വസ്ഥതയോടെ ജീവിക്കുവാൻ, ഭക്തിയോടെ ജീവിക്കുവാൻ വിരോധമായ അനേകം നീചമായ നീക്കങ്ങളെ യേശുവിൻ്റെ നാമത്തിൽ ശാസിക്കണമേ. അതിനുവേണ്ടി ജനത്തെയും പ്രത്യേകിച്ച് നേതൃത്വങ്ങളെയും ചുറ്റി വഷളാക്കുന്നതായ ദുഷ്ടാത്മശക്തികളെ യേശു ക്രിസ്തുവിൻ്റെ അധികാരത്തിൽ ഞങ്ങളുടെ അന്തരീക്ഷത്തിൽ നിന്ന് ശാസിക്കുകയാണ്. നീതിയും ന്യായവും ഭാരതത്തിൻ്റെ മണ്ണിൽ നടക്കുവാൻ ദൈവമേ, ഭരണത്തിന് വേണ്ടി അങ്ങൊന്ന് എഴുന്നേൽക്കണമേ. ഒരു ദൈവിക ഭരണം ഞങ്ങൾ ചോദിക്കുന്നു. കർത്താവ് ഞങ്ങൾക്ക് നൽകി തരണമേ. മാന്യവും യോഗ്യവുമായി ജീവിപ്പാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. യേശുവിൻ്റെ നാമത്തിൽ പിതാവേ. സഭ നീണ്ട ദിവസങ്ങൾ ഉപവസിപ്പാനും ആ ദിവസങ്ങളിൽ ഇപ്രകാരം നമ്മുടെ സഹോദരന്മാർക്ക് വേണ്ടി, സമസൃഷ്ടങ്ങൾക്ക് വേണ്ടി, പ്രത്യേകിച്ച് നമ്മുടെ നാടിന് വേണ്ടി, അതിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും കർത്താവ് നമുക്ക് തന്ന സമയത്തിനായി കർത്താവിനെ വാഴ്ത്തുന്നു. തുടർന്നുള്ള നമ്മുടെ പ്രാർത്ഥനകളിലും നാം ദൈവത്തെ ഓർക്കും.